മുസ്ലിം പ്രശ്നങ്ങളിൽ കൃത്യതയും വ്യക്തതയുമുള്ളൊരു നിലപാട് സ്വീകരിക്കാതെ സച്ചാർ കമ്മിറ്റിയുടെ പേരിൽ നാട്യങ്ങളാടുന്നവർ ഇപ്പോൾ നന്ദിഗ്രാമിന്റെ പേരിൽ വിചാരണ ചെയ്യപ്പെടുകയാണ്. The interesting thing is 70% of the population in Nandigram are Muslims. Yes. And the victims of the Nandigram killings, നന്ദിഗ്രാമിൽ 70% മുസ്ലിങ്ങളാണ്. ഇവർ തന്നെയാണ് കൂട്ടക്കൊലയ്ക്കും മാനഭംഗത്തിനും കുടിയിറക്കലിനും ഇരയായിട്ടുള്ളത്. സലീം കമ്പനിക്ക് വേണ്ടി CPIM തകർത്തത് അവരുടെ ഉപജീവനവും സ്വാശ്രിതത്വവുമാണ്. ഹർമത്ത് വാഹിനി എന്ന കൊലയാളി സൈന്യം ജനുവരി 7-നും മാർച്ച് 14-നും നവംബർ 10-നും നടത്തിയ നരമേധങ്ങളിൽ മുസ്ലിങ്ങൾ നിരവധിയാണ് കൊല്ലപ്പെട്ടത്. സച്ചാർ കമ്മിറ്റി വളരെ വ്യക്തമായി ബംഗാളിലെ മുസ്ലിം അവസ്ഥ ചിത്രീകരിച്ചിട്ടുണ്ട്. ബംഗാളിൽ മുസ്ലിങ്ങൾക്ക് മദ്രസകളില്ല. ഉള്ളവയിൽ നിരന്തരം റെയ്ഡുകളാണ്. അവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ല. ബംഗാളിലെ മുസ്ലിങ്ങൾ രാജ്യത്തെവിടെയുമുള്ള മുസ്ലിങ്ങളെക്കാൾ പിന്നോക്കാവസ്ഥയിലാണ്. മോഡിയുടെ ഗുജറാത്തിലെ പോലെ മുസ്ലിം വംശഹത്യയാണ് ബംഗാളിൽ നടക്കുന്നത്. നന്ദിഗ്രാം ഒരു മിനി ഗുജറാത്ത് തന്നെയാണ്. And the plight of the Muslims in Nandigram is the worst compared to the plight of the Muslims anywhere in this country. So on one hand, the CPM government in West Bengal is behaving like the Modi government in Gujarat there. Nandigram has become the mini Gujarat. ബാബറി ധ്വംസനത്തിന് ശേഷം കോൺഗ്രസിനോടൊത്ത് ചരിച്ചിരുന്ന മുസ്ലിം ലീഗ് ഒരു പിളർപ്പിന് സാക്ഷ്യം വഹിച്ചു. Now the question of solution. The matter is before the court. ബാബരി പ്രശ്ന പരിഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രശ്നം ഇപ്പോൾ കോടതിയുടെ മുന്നിലാണ്. ഒരു സംസ്കൃത സമൂഹം കോടതിയെയും ഭരണകൂടത്തെയും മാനിക്കേണ്ടതുണ്ട്. എന്നാൽ ബാബരിയുടെ 15ാം വാർഷികത്തിൽ ജുഡീഷ്യറിയുടെ നടപടികളെപ്പറ്റി പറയുമ്പോൾ ഒട്ടും തൃപ്തികരമല്ലെന്ന് തന്നെയാണ് അഭിപ്രായം. ഭരണകൂടത്തിന്റെ ഇടപെടൽ ഒന്നുകൂടി ശക്തമാവേണ്ടതുണ്ട്. നീതി ഉറപ്പുവരുത്തുന്നതിനും നിയമ നടപടികൾ ത്വരിതപ്പെടുത്തുന്നതിനും ഭരണകൂടം മുൻകൈയെടുക്കണം. Government must also intervene to see that justice and the court process is expedited. They must approach the courts. They must impress upon the courts also that the process is expedited.